എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവൽ ഇപ്പോൾ ചൈനയിലാണുള്ളത്. അജിത് ഡോവലിനെ കുറിച്ച് കൂടുതൽ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള പല ഓപ്പറേഷൻസും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അജിത് ഡോവൽ. അജിത് ഡോവൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് ഈ മോദി ഗവൺമെൻറ്റിൽ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ചൈനയിലാണ് അജിത് ഡോവൽ ഉള്ളത്. അജിത് ഡോവൽ എന്തിനാണ് ചൈനയിലെത്തുന്നത്? വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അല്ലേ സാധാരണ പോവാറ് എന്ന് നമ്മൾക്കെല്ലാം സംശയമുണ്ടാവും. പക്ഷേ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള പ്രശ്നം ഒരുപാട് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഇന്ത്യയും ചൈനയുമായിട്ടുള്ള പ്രശ്നം അത് മെയിനായിട്ട് അതിർത്തി പ്രശ്നം തന്നെയാണ്. ഏകദേശം 3400 കിലോമീറ്ററിലധികം വരുന്ന ഇന്ത്യയും ചൈനയുമായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങൾ ഈ വർഷം തന്നെ മുഴുവനായിട്ടും പരിഹരിക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം. അതായത് ഈ വരുന്ന സെപ്റ്റംബർ 12, 13 തീയതികളിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടി ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളാണല്ലോ ബ്രിക്സിൻ്റെ പ്രധാന രാജ്യങ്ങൾ. ആ ബ്രിക്സ് ഉച്ചകോടി ഈ വർഷം സെപ്റ്റംബർ 12, 13 തീയതികളിൽ ഇന്ത്യയിൽ നടക്കുകയാണ്. ആ ബ്രിക്സ് ഉച്ചകോടി കഴിയുന്നതോടുകൂടി തന്നെ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കുക എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ലോകക്രമം മാറുകയാണ്. അമേരിക്ക ഒരു വശത്ത് നമ്മുടെ രാജ്യത്തിന് മേൽ നികുതി ഭാരം ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ഞെക്കി കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു അമേരിക്ക. മറുവശത്ത് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള ഇസ്ലാമിക് നാറ്റോ എന്നൊക്കെ പറയുന്ന ഇപ്പോൾ അടുത്തിടെ മക്കയിൽ വെച്ച് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുകയുണ്ടായി. പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങളായിട്ടുള്ള കുറേ രാജ്യങ്ങൾ അതിനോടൊപ്പം ചേരാനായിട്ട് ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്ത് പുതിയൊരു ഗാങ്ങുകൾ, പുതിയ ഓരോ ടീമുകൾ രൂപപ്പെട്ടു വരികയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിനും ഭാരതത്തിനും നല്ലൊരു ടീം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. നിലവിൽ നമുക്ക് നല്ലൊരു ടീമുണ്ട്. നല്ല വിശ്വസിക്കാൻ പറ്റുന്ന രാജ്യങ്ങളായിട്ടുള്ള ഇസ്രായേൽ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, അതോടൊപ്പം തന്നെ റഷ്യ എപ്പോഴും കൂടെ ഉണ്ട്. ഇവരെയൊക്കെ വിശ്വസിക്കാം. പിന്നെ അമേരിക്കയെ അങ്ങനെ വിശ്വസിക്കാനൊന്നും കൊള്ളില്ല. അവർക്ക് കച്ചവട തന്ത്രം മാത്രമേ ഉള്ളൂ. കച്ചവടം നോക്കിയിട്ടുള്ള സ്നേഹം മാത്രമേ അമേരിക്കയ്ക്ക് ഉള്ളൂ. അതിപ്പോൾ ഈ ഇസ്ലാമിക് നാറ്റോ എന്നൊക്കെ പറയുന്ന സൗദിയും പാകിസ്ഥാനും തുർക്കിയും എഗ്രിമെന്റ് സൈൻ ചെയ്ത സമയത്ത് അവർ ഒരു ടീമായിട്ട് ശത്രു രാജ്യത്തെ നേരിടും എന്നുള്ളൊരു ടീം ഉണ്ടാക്കിയ സമയത്ത് അമേരിക്ക അതിനെ വെൽക്കം പറഞ്ഞിരിക്കുകയാണ്. സ്വാഗതം, അത് നന്നായി എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടീമുകളെയൊന്നും ഇനി വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഭാരതത്തിന് പുതിയൊരു ടീം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. ചൈനയെ പോലുള്ള വലിയൊരു രാജ്യവുമായിട്ട് നമ്മൾ ശത്രുത നിലനിൽക്കുന്നത് ഇനിയും ശരിയല്ല എന്നതാണ് ഭാരതത്തിൻ്റെ തീരുമാനം. പക്ഷെ ചൈനയെയും വിശ്വസിക്കാൻ പറ്റില്ല. ചൈനയ്ക്കെന്നും ഒരു കച്ചവട മൈൻഡ് മാത്രമേ ഉള്ളൂ. അവരുടെ സാധനങ്ങൾ ഈ ലോകം മൊത്തം വിറ്റഴിക്കുക, അവർ ലോകത്തെ 1ാം നമ്പർ ആവുക എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമേ ചൈനയ്ക്കുള്ളൂ. അല്ലാതെ ഒരു രാജ്യത്തോടും പ്രത്യേക സ്നേഹമൊന്നും ഈ ചൈനയ്ക്കില്ല. പക്ഷെ ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ലെങ്കിലും ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ, ഈ ലോകത്തിലെ ഈ മാറിയ സാഹചര്യത്തിൽ ചൈനയെ കൂടെ നമ്മുടെ സുഹൃത്ത് രാജ്യമാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവൽ ചൈനയിലെത്തുകയും ചൈനീസ് വൈസ് പ്രസിഡന്റുമായിട്ട് ചർച്ച നടത്തുകയും അതോടൊപ്പം ചൈനീസ് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള വാങ് യിയുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തത്. കൂടുതൽ ചർച്ചയാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ചർച്ചയാണ് അവിടെ നടന്നത്. പ്രധാന കാര്യം, അതായത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നുണ്ടല്ലോ സെപ്റ്റംബർ 12, 13. ആ ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമായും തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അമേരിക്കയുടെ താരിഫ് പ്രശ്നം,
ഈ ലോകരാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയായിട്ടുള്ള പല രാജ്യങ്ങളുടെയും ഇപ്പോഴത്തെ തീരുമാനങ്ങൾ. അപ്പോൾ അതെല്ലാം ചർച്ചയായിക്കൊണ്ട് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ആ ഒരു പിണക്കം കുറയ്ക്കുക, അതോടൊപ്പം തന്നെ നല്ല സുഹൃത്ത് രാജ്യങ്ങളായിട്ട് മുന്നോട്ട് പോകുക എന്നൊക്കെ ഉള്ള ലക്ഷ്യമാണ് അജിത് ഡോവലിൻ്റെ മുമ്പിലുള്ളത്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാനും അതൊക്കെ ചർച്ച ചെയ്യാനും ഒക്കെയാണ് അജിത് ഡോവൽ ചൈനയിൽ എത്തിയിരിക്കുന്നത്. അത് ഏകദേശം സക്സസ് ആയിട്ട് ആ ചർച്ചകൾ നടക്കുന്നു എന്ന് തന്നെയാണ് ചൈനീസ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകക്രമം മാറുമ്പോൾ ഇന്ത്യ, ചൈന, റഷ്യ, ഇസ്രായേൽ, ഓസ്ട്രേലിയ, കാനഡ അങ്ങനെ നിരവധി രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവും. കാനഡ, സ്പെയിൻ അങ്ങനെ കുറേ രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. അമേരിക്ക അവരെല്ലാം താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് അകറ്റി നിർത്തിയിരിക്കുകയാണ്. എല്ലാം ശത്രു രാജ്യങ്ങളായി കഴിഞ്ഞു, അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളായി കഴിഞ്ഞു ഈ രാജ്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ത്യ അവരെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് വലിയൊരു ശക്തിയായി മാറാൻ ഇന്ത്യയോടൊപ്പമുള്ള ധാരാളം രാജ്യങ്ങളെ ചേർത്തുകൊണ്ട് ഒരു നല്ലൊരു ടീം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ പരിപാടി. അപ്പോൾ അജിത് ഡോവൽ, ചൈനയിലുള്ള അജിത് ഡോവലിൻ്റെ പ്രധാന ലക്ഷ്യം ബ്രിക്സ് ഉച്ചകോടിയിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അമേരിക്കയുടെ കുത്തകയാണ് ഈ ലോക വിപണിയിൽ ഡോളറിൻ്റെ ഉപയോഗം. ഏതൊരു സാധനം വാങ്ങിക്കണമെങ്കിലും ഡോളർ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിക്കാനുള്ള ഒരു തന്ത്രമാണ് അമേരിക്ക കുറേ വർഷങ്ങളായിട്ട് ഈ ലോകത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംഭവം. ആ ഡോളറിനെ തകർക്കാൻ വേണ്ടി പുതിയ കറൻസിയൊക്കെ ബ്രിക്സ് രാജ്യങ്ങൾ ഇറക്കുന്നു എന്നൊക്കെ വന്ന സമയത്താണ് ഈ അമേരിക്ക കൂടുതൽ ഇന്ത്യക്കെതിരെ താരിഫുകൾ ഏർപ്പെടുത്താനും ഈ ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ ഉടൻ തന്നെ കറൻസി ഉണ്ടാവില്ലെങ്കിലും ഈ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഈ UPI ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, ഈ ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെയുള്ള നമ്മളിവിടെയൊക്കെ നടത്തുന്ന ട്രാൻസാക്ഷൻ പോലെ തന്നെ ഓരോ രാജ്യത്തിൻ്റെ സർക്കാരുകൾ അതാത് രാജ്യക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു UPI സിസ്റ്റം, ഒരു രീതി കൊണ്ടുവരാൻ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയും ചൈനയും ഈ ബ്രിക്സിലെ രാജ്യങ്ങളെല്ലാം ഏകദേശ ധാരണയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ആ കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പിലാക്കാനാണ് ഈ രാജ്യങ്ങളുടെ തീരുമാനം. ചൈനയുമായിട്ട് നിരവധി പ്രശ്നങ്ങളുള്ള നമ്മുടെ രാജ്യം അതെല്ലാം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾക്കും ചൈനയ്ക്കും നല്ലതാണ്. ഭാവിയിൽ പ്രശ്നങ്ങളില്ലാതെ പോകുവാൻ നല്ലതാണ്. റഷ്യയുമായിട്ട് കൂടുതൽ സഹകരണം ഏർപ്പെടുത്തുന്നതിനും പല പുതിയ പുതിയ എഗ്രിമെന്റുകളിൽ സൈൻ ചെയ്യുന്ന ആ ചർച്ചകൾക്കുമായിട്ട് ഇപ്പോൾ ജയശങ്കർ, വിദേശകാര്യമന്ത്രി ജയശങ്കർ റഷ്യയിലുണ്ട്. പുടിനുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ജയശങ്കർ ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പുടിനും ഇവിടെ എത്തും, ഇന്ത്യയിലെത്തും, ഷീ ജിൻപിങ്ങും എത്തും. അതോടൊപ്പം തന്നെ പല ലോക രാഷ്ട്ര നേതാക്കളും ഇന്ത്യയിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ അടുത്ത ബ്രിക്സ് സമ്മിറ്റ് വലിയൊരു സക്സസ് ആവും. അതോടൊപ്പം തന്നെ പുതിയൊരു ലോകക്രമം, പുതിയൊരു ടീം രൂപപ്പെടുകയും ചെയ്യും. ഒരു ശക്തിക്കും തകർക്കാൻ പറ്റാത്ത വിധം ഭാരതം കുതിക്കും എന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളെ വെച്ച് വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്നത്.